ശ്രീ സായിരാം. വരിയിൽ നിൽക്കാൻ മടിക്കുന്നവരോട് രണ്ട് വാക്ക്. നമുക്ക് പലപ്പോഴും പല സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കാൻ വരിയിൽ നിൽക്കേണ്ട ആവശ്യം വരും. അപ്പോൾ എവിടെ പോയാലും, സിനിമ കാണാൻ പോയാലും, അല്ല വേറെ ആസ്പത്രിയിൽ പോയാലും, എവിടെ പോയാലും നമുക്ക് വരിയിൽ നിൽക്കേണ്ട ആവശ്യം വരും. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം കാത്തു നിൽക്കുമ്പോഴായിരിക്കും ചിലർ അവരുടെ പരിചയക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് നേരെ അങ്ങ് കയറി പോകുന്നത് കാണും. പിന്നെ വേറെ നിൽക്കുന്നവരുടെ കൂടെ സംസാരിച്ച് അവരുടെ കൂടെ അങ്ങ് വരിയിൽ ചേരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കണ്ടു നിൽക്കുന്നവരുടെ മനസ്സിൽ രോഷം കൊള്ളാറുണ്ട് ചിലരെങ്കിലും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ പിറകെ നിൽക്കുന്നവർക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അന്ന് ജോലിക്ക് പോകാൻ ചിലപ്പം നമ്മൾ കാരണം ഒരാളിൻ്റെ അവസരം നമ്മൾ തട്ടിയെടുക്കുമ്പോൾ, ഒരാളല്ല പലരും ഇത് ചെയ്യുമ്പോൾ ആ ദിവസം ചിലപ്പോൾ അയാൾക്ക് ആ ഒരു ദിവസത്തെ വരുമാനം നഷ്ടമായി പോയേക്കാം. ഇനി ട്രെയിൻ, ബസ് ഇതൊക്കെ പിടിച്ചു പോകുന്നവർക്ക് അതിൻ്റെ സമയം തെറ്റിപ്പോയേക്കാം. ട്രെയിൻ നഷ്ടമായുള്ള അവസ്ഥ വിചാരിച്ച് നോക്കൂ. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് വീട്ടിൽ, അവരുടെ അടുത്തോട് എത്താൻ പറ്റിയെന്ന് വരില്ല. പിന്നെ വയസ്സായ അച്ഛനും അമ്മയുടെ അടുത്ത് എത്തണം എന്ന് അത്യാവശ്യപ്പെട്ട് നിൽക്കുന്നവരായിരിക്കും, അവരുടെ അടുത്ത് എത്താൻ പറ്റില്ല. അപ്പം നമ്മൾ ആരുടെയെല്ലാം ശാപമാണ് ഈ വാങ്ങിച്ച് വയ്ക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കും. ഇനി ഇത് ഏറ്റവും മോശമായിട്ട് കണ്ടിട്ടുള്ളത് അമ്പലത്തിൽ ഭഗവാനെ തൊഴാൻ സമയത്ത് പോലും വരി തെറ്റിക്കുന്നവരെയാണ്. പലപ്പോഴും പല ആവലാതികളും സങ്കടങ്ങളും പറയാനാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് പോകുന്നത്, അല്ലേ? അപ്പോൾ ഭഗവാൻ ഒരാളാണ് ഒരു പൂജയ്ക്ക് ഷീട്ടാക്കുന്നതെങ്കിലും ഭഗവാൻ ആ പൂജ നടത്തുന്നത് ആ ഒരാളിന് വേണ്ടി മാത്രമായിരിക്കില്ല. തന്നെ അന്ന് ആ അമ്പലം സന്ദർശിക്കുന്ന എല്ലാവർക്കും ആ പൂജയുടെ ഫലം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു പൂജ ചെയ്യുമ്പോൾ അത് ഒരുപാട് പേർക്ക് ഫലം കിട്ടുന്ന ഒരു ഉപാധിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളൊന്ന് വരി തെറ്റിച്ചാലുള്ള അവസ്ഥയൊന്ന് വിചാരിച്ച് നോക്കൂ. നമ്മൾ വരി തെറ്റിച്ചു, നേരെ ചെന്ന് കയറി തൊഴുത് പുറത്തിറങ്ങി നമ്മളെല്ലാവരും തോൽപ്പിച്ചു എന്നുള്ള മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ പുറത്തിറങ്ങി പോകുന്നു. പക്ഷേ ഭഗവാൻ ഷീട്ടാക്കിയ ചില പൂജകളുണ്ടായിരിക്കും. നമ്മളതവിടെ കാത്തു നിന്ന് നമ്മുടെ ആ ദോഷങ്ങളും എല്ലാം ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചാണ് ആ ദോഷങ്ങളൊക്കെ നമുക്ക് മാറേണ്ടത്. നമ്മളവിടെ അങ്ങനെ കാത്തു നിന്ന് നമ്മുടെ ടേണത്തിൽ നമ്മൾ ഫ്രണ്ടിലെത്തുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ആ പൂജ തീർന്നിട്ട് പൂജാരി പ്രസാദവും തീർത്ഥവും ഒക്കെ കൊണ്ട് പുറത്ത് വന്ന് നമ്മുടെ പുറത്തെല്ലാം ആ തീർത്ഥം തളിച്ച് ആ പ്രസാദവും ഒക്കെ നമുക്ക് ചിലപ്പം തന്നുവന്നിരിക്കും. അപ്പോൾ നമ്മൾ ഈ വരി തെറ്റിച്ച് മറ്റുള്ളവരെയെല്ലാം ബുദ്ധിമുട്ടിച്ച് നേരത്തെ തൊഴുതിറങ്ങി പോയതുകൊണ്ട് നമ്മളുടെ അന്നത്തെ ആ അമ്പലത്തിൽ പോക്ക് വെറുതെ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഭഗവാൻ നമുക്കൊരു നമ്മുടെ പ്രശ്നത്തിനൊരു പരിഹാരം, ഒരു പരിധി വരെയെങ്കിലും പരിഹാരം, അത് നമ്മൾ അത്രയും സമയം അവിടെ കാത്തു നിന്ന് ഭഗവാന്റെ നാമം ജപിച്ച് പൂജ കാത്തു നിൽക്കുമ്പോഴാണ് നമുക്കതിൻ്റെ, അപ്പോൾ ആ പൂജ ചെയ്തതിൻ്റെ ചൈതന്യം ചുറ്റും ഒരു വ്യാപിക്കുന്ന ചൈതന്യമോ പ്രസാദമോ ഒന്നും കിട്ടാതെ നമ്മളുടെ ആ യാത്ര വ്യർത്ഥമാക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇനി മുതൽ വരി തെറ്റിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് സമാധാനത്തോടെ സമാധാനത്തോടെ കാത്തു നിന്ന് നമുക്ക് ഭഗവാനെ കാണാൻ എല്ലാവർക്കും തോന്നട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അമ്പലത്തിൽ പോകുന്ന എന്തിനാണെന്ന് കൂടെ ഒന്ന് നോക്കാം. എന്തിനാണ് ക്ഷേത്ര ദർശനം നമുക്ക് വേണ്ടത്? ക്ഷേത്ര ദർശനം വേണ്ടതാണ്. ഇപ്പോൾ എപ്പോഴും ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ ഇരുന്ന് തന്നെ ജപിച്ചാൽ മതി എന്നൊക്കെ പല ഓഡിയോയിലും ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ക്ഷേത്ര ദർശനം അത്യാവശ്യമാണ്. അതായത് ഭഗവാന്റെ ചൈതന്യം ഏറ്റവും കൂടുതലുള്ളത് ക്ഷേത്രത്തിലാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ട് നമ്മുടെ ശരീരം ആ ചൈതന്യം നമ്മുടെ ഉള്ള ചൈതന്യത്തെ കൂട്ടാനാണ് നമ്മൾ പോകുന്നത്. എങ്ങനെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്ര ദർശനം നടത്തി പറ്റിയാൽ എന്നും പോയി നമ്മുടെ ശരീരത്തെ ഒന്ന് ചാർജ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ചൈതന്യം വർദ്ധിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ 5 തരം ശുദ്ധിയാണ് നടക്കുന്നതെന്ന് പറയുന്നു. വിഗ്രഹം കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ ശുദ്ധീകരിക്കപ്പെടുന്നു. പിന്നെ അവിടെ ഉയരുന്ന ശബ്ദങ്ങൾ, ചെണ്ടയുടെയും ഇടയ്ക്കയുടെയും ഓട്ടുമണിയുടെയും എല്ലാ ശബ്ദങ്ങൾ നമ്മുടെ ചെവിയെ ശുദ്ധമാക്കുന്നു. പിന്നെ ചന്ദനത്തിൻ്റെയും പൂക്കളുടെയും എല്ലാം ഗന്ധം നമ്മുടെ നാസികയെ ശുദ്ധീകരിക്കുന്നു. ഭസ്മം
ചന്ദനം എന്നിവ ദേഹത്ത് പൂശുമ്പോൾ ത്വക്കിനെ ശുദ്ധീകരിക്കുന്നു. ഇനി ഭഗവാന്റെ മുന്നിൽ നമ്മൾ കൈനീട്ടി വാങ്ങുന്ന പ്രസാദം നമ്മുടെ നാവിനെയും ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നത്ര ക്ഷേത്ര ദർശനം നടത്തണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി പോകാൻ പറ്റിയില്ലെങ്കിൽ മാത്രം നമുക്ക് വീട്ടിലിരുന്ന് ജപിക്കാം. അത് സാധിക്കുന്നില്ല അപ്പോൾ എങ്കിൽ മനസ്സിൽ ജപിക്കാം. ഇനി കഴിയുന്നതും ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയ നമ്മൾ ഉൽപ്പാദിപ്പിച്ച ചെടികൾ, അത് നമ്മൾ നട്ട് നനച്ചുണ്ടാക്കുന്ന ആ ചെടികൾ കൊണ്ട് തന്നെ കഴിയുന്നതും ക്ഷേത്രത്തിൽ പോകാൻ ശ്രമിക്കുക. പിന്നെ പൂക്കളോ ഇലകളോ എല്ലാം ഭഗവാന് സമർപ്പിക്കാം. നാണയം സമർപ്പിക്കാം. ഈ നാണയം ആ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു നാടിനെ തന്നെ വഴിവിളക്കായിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഒരു പുനരുദ്ധാരണം നടക്കുമ്പോൾ നമ്മൾ അവിടെ സമർപ്പിക്കുന്ന നാണയങ്ങൾ നമ്മുടെ കൂടെ ഒരു പങ്ക് ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിൽ അല്ലെങ്കിൽ ആ ക്ഷേത്ര നിർമ്മിതിയിൽ നമ്മൾ കഴിയുന്ന ഒരു സേവനം നമുക്ക് ചെയ്യാൻ അവസരം തരികയാണ് ഭഗവാൻ ചെയ്യുന്നത്. പിന്നെ പലപ്പോഴും അന്നദാനത്തിന് മിക്കവാറും എല്ലാവരും കൊടുക്കാറുണ്ട്. നമ്മൾ അന്നദാനത്തിനേക്കാൾ മഹത്തരമാണ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് കൊടുക്കുന്ന ആ സംഭാവന എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പല ക്ഷേത്രങ്ങളിലും പോയിട്ട് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാറുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ദക്ഷിണ നമ്മൾ ആ ഭണ്ഡാരത്തിൽ ഇട്ടിട്ട് തന്നെ വരണം. നമുക്ക് സൗജന്യമായി ഈ ഭക്ഷണം തന്നു, നാളെയും ഇതുപോലെ പലർക്കും കൊടുക്കാൻ ഒരു അവസരമാകട്ടെ എന്ന് വിചാരിച്ച് ആ ഭണ്ഡാരത്തിൽ നമ്മളാൽ കഴിയുന്ന ഒരു ദക്ഷിണ ഇട്ടിട്ട് തന്നെ വരണം. പിന്നെ ഇനി വിളക്ക് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നിർത്താം. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് എപ്പോഴെങ്കിലും വന്ന് വിളക്കെടുത്ത് വെച്ച് തുടച്ച് വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ വിളക്കിനെ എപ്പോഴും നമ്മൾ മഹാലക്ഷ്മിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി തന്നെ നമ്മൾ വിളക്ക് കൊളുത്തണം. പിന്നെ ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ പകുതി കത്തിച്ച് അണച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കുക. പറ്റിയില്ലെങ്കിൽ കൊളുത്തണ്ട എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരിക്കൽ ഉപയോഗിച്ച സാധനം നമ്മൾ പോലും ഒരിക്കൽ കഴിച്ച ഭക്ഷണം പിന്നീട് കഴിക്കാൻ അല്ലെങ്കിൽ ബാക്കി കഴിയുന്നത് കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. അപ്പോൾ പിന്നെ ഭഗവാന്റെ കാര്യം പറയണോ? അപ്പോൾ ഈ എണ്ണ ഒഴിച്ച് മാറ്റി വയ്ക്കാതിരിക്കുക. വിളക്ക് കത്തിച്ചാൽ അത് കത്തിത്തീരാൻ അനുവദിക്കുക. അവിടെ ഇരുന്ന് കത്തിക്കോട്ടെ. അല്ലാതെ ഇടയ്ക്ക് വെച്ച് അതിനെ നമ്മൾ അണച്ച് വെച്ച് പിറ്റേ ദിവസം എടുത്ത് കത്തിച്ച് ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഈ പണ്ടത്തെ അമ്മമാരൊക്കെ ഒരു കുപ്പി വെച്ചേക്കും. ഇതിലിങ്ങനെ ഈ പഴയ എണ്ണ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് അതിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ച് കത്തിച്ചുകൊണ്ടിരിക്കുക. അത് തന്നെയാണ് പലപ്പോഴും പല ഹിന്ദു കുടുംബങ്ങൾ നശിച്ചു പോകാനുള്ളൊരു കാരണം തന്നെ അതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇനി വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിലിരുന്ന് തന്നെ നാമം ജപിക്കണം. നാമം ജപിച്ച് ആ വിളക്ക് അണയാറാവുമ്പോൾ അതിനെ ശ്രദ്ധാപൂർവ്വം അണച്ച് മാറ്റി വെച്ചിട്ട് വേണം അവിടെ നിന്ന് നമ്മൾ മറ്റു പണികളിലേക്ക് പോകാൻ. ഇനി ക്ലീൻലെസ് ഈസ് നിയർ ടു ഗോഡ് എന്ന് പറയും. അതായത് ശുദ്ധിയാണ് ഭഗവാന്റെ തൊട്ടടുത്തെത്തിക്കുന്നു എന്നാണ്. എവിടെ ശുദ്ധമായിരിക്കുന്നു അവിടെ ഭഗവാൻ നിലകൊള്ളുന്നു എന്നാണ്. അപ്പോൾ ഒന്നാമത് വേണ്ടത് മനഃശുദ്ധിയാണ്. പിന്നെ ആ മനഃശുദ്ധി വന്നാൽ തന്നെ ബാക്കിയെല്ലാം ശുദ്ധമായ ഒരു മനസ്സുകൊണ്ട് നമ്മൾ ശുദ്ധമായി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുമ്പോൾ ആ മനഃശുദ്ധി പിന്നാലെ ബാക്കി എല്ലാ ശുദ്ധികളും താനേ വന്നുകൊള്ളും. ഇനി അമ്പലത്തിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് വീട്ടിൽ വിളക്ക് വയ്ക്കാം. വിളക്ക് വയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്ന നമ്മുടെ ശരീരത്തെ ക്ഷേത്രമായും ഹൃദയത്തെ ശ്രീകോവിലായും സങ്കല്പിച്ച് അതിനുള്ളിൽ ഇരിക്കുന്ന ആ ചൈതന്യത്തെ അല്ലെങ്കിൽ പരമാത്മാവിനെ ഈശ്വരനായി സങ്കല്പിച്ച് നമുക്ക് മാനസപൂജയും ചെയ്യാവുന്നതാണ്. അപ്പോൾ പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീ സായിരാം.